ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വ്യാപാര കരാർ യാഥാർത്ഥ്യമായിട്ടില്ല. അതായത് അമേരിക്ക കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ശ്രമിക്കുന്ന ഒന്നാണ്. ട്രംപ് കഴിഞ്ഞ ടേമിൽ വന്നപ്പോൾ തന്നെ പല രാജ്യങ്ങളുമായിട്ടും വ്യാപാര കരാർ ഒപ്പിടാൻ നോക്കിയിട്ടുണ്ട്. അതിലൊന്നും ഇന്ത്യയാണ്, അന്ന് ഇട്ടിട്ടില്ല. ഇത്തവണ ട്രംപ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തിരിക്കുന്നത് കരാർ ഒപ്പിടാനാണ്. താരിഫുകൾ അടിച്ചു തരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ കരാർ ഒപ്പിടാനുള്ള സമ്മർദ്ദം എന്നുള്ള തരത്തിലാണ് ഈ താരിഫ് അടിച്ചു തരുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നേക്കണം എന്താ വെച്ചാൽ, വേണമെങ്കിൽ ഇനി കരാർ ഒപ്പിടാം എന്നുള്ളതിലേക്കാണ്. അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് തന്നെ തീർന്നിട്ടില്ല. അതായത് ഈ കരാറിനൊരു ആദ്യം ഒരു കരടുണ്ടാവും, ഒരു ഡ്രാഫ്റ്റ്, കരട് രേഖ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സിറ്റുവേഷൻ വരെ എത്തിയിട്ടുള്ളൂ. പക്ഷേ എന്താ സംഭവിച്ചേക്കണമെന്ന് ചോദിച്ചാൽ, ട്രംപ് മോഡിയെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അമേരിക്കയുടെ വെർഷൻ എന്തായിരുന്നു? എന്തുകൊണ്ട് ഇന്ത്യ യു എസ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുന്നില്ല എന്ന് ചോദിച്ചാൽ, അമേരിക്കയിലെ സെക്രട്ടറി തലത്തിലുള്ള ഒരാൾ പറഞ്ഞത്, മോഡി ട്രംപിനെ വിളിക്കുന്നില്ല, വിളിച്ചാൽ ആ നിമിഷം കരാർ ഒപ്പിട്ടേനെ എന്നുള്ളത്. മോഡി ട്രംപിനെ വിളിക്കണം, ഞങ്ങൾ ആ കരാർ ഒപ്പിടാം, തമ്പുരാനെ തയ്യാറാവണമെന്ന് യാചിക്കണം. ഇതൊക്കെയാണ് തമ്പുരാൻ്റെ അഥവാ ട്രംപിരാൻ്റെ അനുയായികൾ അവിടെ നിന്ന് പറയണത്. അവർക്ക് പറയാം ഇന്ത്യ ഒരു പുല്ല് വില കൊടുത്തിട്ടില്ല, ഇന്ത്യ തിരിഞ്ഞു നോക്കിയിട്ടില്ല. യു എസിൻ്റെയും യു എസ് പ്രസിഡന്റ് ട്രംപിൻ്റെയും പല പല നിലപാടുകളെയും ഇന്ത്യ അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ വെറുതെ അവഗണിച്ചു എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ അർഹിക്കുന്ന പുച്ഛത്തോടു കൂടി തള്ളിക്കളഞ്ഞു എന്ന് പറയാം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. നമ്മൾ കമൻറ്റ് ചെയ്യുന്നില്ല. ലോകത്ത് പലരും ഇന്ത്യക്കെതിരെ കമൻറ്റ് ചെയ്യും. ചിലപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ ചിലത് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ മിണ്ടില്ല. അമേരിക്കൻ പ്രസിഡൻറ്റ്, ഇവർക്കൊന്നും നാക്കിനില്ലാത്തതുകൊണ്ട് എന്തും ആവാം. ട്രംപിനാണെങ്കിൽ ഒരുമാതിരി മാടമ്പിത്തറവാട്ടിലെ കാരണവരുടെ മാതിരി സ്വഭാവമാണ്. പിന്നെ ഒരു ചൊല്ലുണ്ട്, അണലി മൂത്ത കുറുകെന്ന് പറഞ്ഞ പോലെ. ഇതുപോലൊക്കെ പറഞ്ഞ ടൈപ്പ് സ്വഭാവങ്ങളാണ് ഈ മനുഷ്യൻ്റെ മൊത്തത്തിൽ ഒരു ബിഹേവിയറിൽ കാണുന്നത്. ചിലയിടത്ത് നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ അതൊന്നും എല്ലായിടത്തും വിജയിക്കില്ല. പ്രത്യേകിച്ച് ഇന്ത്യ എടുത്ത് വേണമെങ്കിൽ ഇന്ത്യ പറയണത് ഈക്വൽ ടൈംസിൽ സംസാരിക്കുക, അല്ലാതെ മടമ്പ്യത്തിലും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അതൊക്കെ കണ്ട വെനിസ്വേലയിലേക്ക് എടുത്താവാം, ശക്തിയില്ലാത്ത ചില രാഷ്ട്രങ്ങളെടുത്ത് ഇതെല്ലാം ആവാം. പക്ഷേ ഈ ലോകത്ത് 3 രാഷ്ട്രങ്ങളുടെയെങ്കിലും അടുത്ത് യു എസ് ഡീൽ ചെയ്യുമ്പം യു എസ് ഇതിൽ സൂക്ഷിക്കണം. 1 റഷ്യയാണ്, 2 ചൈനയാണ്, 3 ഇന്ത്യയാണ്. ഇത് 3 ശക്തമായ രാഷ്ട്രങ്ങളാണ്. സാമ്പത്തിക ശക്തി, ആയുധശക്തി, അതുപോലെ ജനശക്തി. റഷ്യയിൽ ജനശക്തി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ചൈനയിലും ഇന്ത്യയിലും അതല്ല. ലോകത്ത് ആർക്കും കീഴടക്കാൻ വയ്യാത്ത 3 രാഷ്ട്രങ്ങളാണിത്. ഈ 3 രാജ്യങ്ങളെടുത്ത് സംസാരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാന്യതയും മര്യാദയും വേണം. മാത്രമല്ല, നമ്മൾ അതിശക്തമായ ജനാധിപത്യത്തിൽ, അടിയുറച്ച ജനാധിപത്യത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് ഒരു ഭരണഘടന വെച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിന് ഇവൻ്റെ ഒന്നും തീട്ടൂരം കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ അങ്ങനെ സമ്മതിക്കൊന്നുമില്ല. അപ്പോൾ അത്തരൊരു ഘട്ടത്തിൽ ട്രംപ് ഇങ്ങോട്ട് വിളിച്ചു. മോഡി അങ്ങോട്ട് വിളിക്കുകയല്ല ചെയ്തത്, ട്രംപ് ഇങ്ങോട്ട് വിളിക്കുകയത്. അങ്ങനെ വിളിച്ചെങ്കിൽ അതിൻ്റെ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസവും പല പല ഭീഷണികളുടെ സ്വരങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നു? ട്രംപ് തന്നെ പലതും പറയണു. ഞങ്ങൾ വ്യാപാര കരാർ ഇപ്പോൾ ഒപ്പിടാൻ പോകുന്ന 3 തവണ ട്രംപ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്നും യാഥാർത്ഥ്യമായില്ല. ഇതിനിടയിൽ വേറൊരു നറേഷൻ വരുന്നത് ഇന്ത്യയുടെ സീറോ താരിഫ് കരാർ ഇതുമായിട്ട് കരാറിലേക്ക് എത്തുമ്പോഴാണ് ഈ സീറോ ഒക്കെ ആണോ എന്നുള്ളത് അറിയുന്നത്. ഇപ്പം നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ട് കരാർ ഒപ്പിട്ടപ്പം അതിൻ്റെ വ്യക്തമായ പ്രഖ്യാപനങ്ങൾ വന്നു. ഓൾമോസ്റ്റ് 99% സാധനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സീറോ താരിഫാണ്. അതുപോലെ തന്നെ ഈയിടെ ഒമാനുമായിട്ട് ഒക്കെ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സീറോ താരിഫ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ കച്ചവടം വർദ്ധിപ്പിക്കാൻ വേണ്ട, വില കുറഞ്ഞാലേ ജനങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ജനങ്ങൾ കൂടുതൽ വാങ്ങുമ്പോൾ പ്രൊഡക്ഷൻ കൂടുതലുണ്ടാകും, പ്രൊഡക്ഷൻ കൂടുതലുണ്ടാകുമ്പോൾ വ്യാപാരം കൂടുതൽ നടക്കും, ജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടും. ഇത്തരം കാര്യങ്ങളിൽ കൂടെയാണ് കൂടുതൽ വ്യാപാരം നടക്കണം. വ്യാപാരത്തിൻ്റെ ഇത് ചിലവുകൾ, നികുതികൾ, ഇത്തരമുള്ള കാര്യങ്ങൾ അതിൽ കൂടെ ഒരു എക്കണോമിക്കൽ സർജ് നടന്നുകൊണ്ടിരിക്കും. രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ബെനിഫിറ്റ് ആവുന്ന തരത്തിൽ കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അതിനിടയിൽ തടസ്സം വരുന്നത് ഒരു താരിഫ് അടിക്കേണ്ട ആവശ്യമില്ല. അമേരിക്ക ചെയ്തത് താരിഫ് അടിക്കുക എന്നുള്ളതായിരുന്നു. അമേരിക്ക ഇപ്പോഴും പറയുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 18% താരിഫ്, പക്ഷേ 50% താരിഫ് എന്ന് 18ലേക്ക് താത്തിയിരിക്കുന്നു. നമ്മളുടെ അടുത്ത് സീറോ എന്നാണ് എന്ന് പറയുന്നു. ഇന്ത്യ അത് കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെയാണ് പ്രത്യേകത. അപ്പോൾ ഒരു ഫോൺ കോളേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഫോൺ കോൾ എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യമുണ്ട്. കാരണം യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ എടുത്തു വന്ന് കരാർ ഒപ്പിട്ടു. മോഡി എവിടെയെങ്കിലും യൂറോപ്യൻ യൂണിയൻ്റെ ബ്രസൽസിലോ ഏതെങ്കിലും സ്ഥലത്തോ പോയിട്ടല്ല കരാർ ഒപ്പിട്ടത്. അവരുടെ തലൈവി ഇന്ത്യയിൽ വന്ന് കരാർ ഒപ്പിട്ടു. അവർ വളരെ ഹാപ്പിയായിരുന്നു. അവർ വളരെ സന്തോഷത്തോടു കൂടി വന്ന്
ഇത് ഞങ്ങൾക്കുള്ളൊരു നേട്ടമാണ് എന്നുള്ള മട്ടിലാണ്. യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ഒരു ബന്ധം ദീർഘകാലമായിട്ട് നിലനിന്നിരുന്നൊരു സോപ്പിൻ കുമളയായിരുന്നു അർത്ഥം. അതായത് ഈ രണ്ട് കൂട്ടർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ വയ്യാത്ത രീതികളുണ്ട്. അമേരിക്കയ്ക്ക് ശക്തിയുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, സൈന്യശക്തിയുണ്ട്, എല്ലാം ഉണ്ട്. യൂറോപ്പിനേക്കാളും അക്കാര്യങ്ങളിലൊക്കെ വളരെ മുകളിലാണ്. അതുകൊണ്ട് ഞങ്ങളാണ് വലുതെന്നൊരു തോന്നൽ അമേരിക്കയുണ്ട്. യൂറോപ്പിനാണെങ്കിൽ ഒരു തോന്നലുണ്ട്, ഇവിടുത്തെ ഈ പണ്ടത്തെ ഒരു 80കളിലെ സാഹിത്യത്തിലുള്ള പ്രയോഗമുണ്ട്, തറവാടിയും പുതുപ്പണക്കാരെന്ന് പറഞ്ഞ പോലെ. ഞങ്ങളാണ് ഇവിടുത്തെ തറവാടികൾ, ഞങ്ങളുടെ കുറേ ശേഷിപ്പുകാരോ ഞങ്ങളുടെ ഇന്ന് ഇച്ചിരി മുതലെടുത്തുകൊണ്ട് പോയിട്ട് വലിയവരാണ് ആയ ആൾക്കാരാണ് അമേരിക്ക. അവർക്ക് ഭാഷ പോലും നേരെ വണ്ണം അറിയില്ല എന്നൊക്കെ ഒരു മട്ടാണ് യൂറോപ്പിന്. ഇവർ തമ്മിലുള്ള ഇത്തരം പല ആശയ സംഘർഷങ്ങളുണ്ട്. എങ്കിൽ പോലും രണ്ടും വെള്ളത്തൊലിക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു മട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമേരിക്ക ലോകത്ത് പല രാഷ്ട്രങ്ങളടുത്തും പല ഗുണ്ടായുസം കാണിക്കുമ്പോഴും യൂറോപ്പിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ യൂറോപ്പിൻ്റെ മുകളിലും താരിഫടിച്ചപ്പോൾ അത് യൂറോപ്പിന് ഇഷ്ടപ്പെട്ടില്ല. കാനഡയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിരിക്കുന്നു. അതിന് കാരണം ഒന്നേ ഉള്ളൂ, കാനഡയ്ക്ക് മുകളിൽ താരിഫ് വന്നു. അപ്പം ഇത് കാനഡയ്ക്ക് പറ്റുന്നില്ല. കാരണം അവർ ഈക്വലായിട്ടാണ് ഈ താരിഫ് വെച്ച് വില പേശി ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണോ ഞങ്ങളെക്കൊണ്ടൊരു കരാർ ഒപ്പിടിക്കുന്നത് എന്നൊരു ചോദ്യം കാനഡയ്ക്കുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇതേ ചോദ്യമുണ്ട്. ഈ ചോദ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്തു പറ്റി? കാനഡ ഇന്ത്യയിലേക്ക് കരാർ ഒപ്പിടാൻ വേണ്ടി വരാൻ പോകും. യൂറോപ്യൻ യൂണിയൻ വന്ന് കരാർ ഒപ്പിട്ട് കഴിഞ്ഞു, മറ്റു വല്ലതും കരാർ ഒപ്പിട്ടു. അപ്പോൾ ഇവരെല്ലാം വളരെ സന്തോഷമായിട്ട് ഇന്ത്യയായിട്ട് ഈക്വൽ ടേംസിൽ കരാർ ഒപ്പിടുകയാണ്. യൂറോപ്യൻ യൂണിയൻ വന്ന് കരാർ ഒപ്പിട്ടു, മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്ന ഒന്ന്. ഇന്ന് വരെയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ 200 കോടി ജനങ്ങൾക്ക് നേരിട്ട് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കരാർ ഒപ്പിട്ടതോടുകൂടി അമേരിക്കക്കാർ മനസ്സിലായി അന്താരാഷ്ട്ര രംഗത്ത് നമ്മൾ ഒറ്റപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു എന്നുള്ളത്. അതിൻ്റെ പരസ്യമായ പ്രകടനമാണ് യൂറോപ്പ് കാണിച്ചത്. അതിൽ ആ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയായിരുന്നു ട്രംപ് അടിച്ചത്, ഗ്രീൻലാൻഡ്. യൂറോപ്പിൻ്റെ പ്രദേശം പിടിച്ചെടുക്കുന്നതാണ്. ഇതൊക്കെ യൂറോപ്പിൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നു. അങ്ങനെ വന്നാൽ പിന്നെ അവർ തിരിയും. ഈ ഗ്രീൻലാൻഡിൽ ഒരു ഒറ്റ വെടിയുണ്ട പൊട്ടിയാൽ മതി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്, അത് അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകും. യുദ്ധം തന്നെ ഉണ്ടാവും, നാറ്റോ ഇല്ലാണ്ടാവും, ലോകത്തെ ശാക്തിക സമവാക്യങ്ങൾ മാറും. വേണമെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനാണ് ഞങ്ങളുടെ നേതാവെന്ന് യൂറോപ്പ് പ്രഖ്യാപിച്ചെന്ന് വരും, മോഡിയാണ് നേതാവെന്ന് പ്രഖ്യാപിച്ചെന്ന് വരും. അത്രയ്ക്ക് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് സാമ്പത്തിക രംഗത്തിൽ യുദ്ധം ഉണ്ടായി. സാമ്പത്തിക രംഗത്ത് വെടിയുണ്ടയല്ല, മിസൈലാണ് ട്രംപ് പ്രയോഗിച്ചത്. യൂറോപ്യൻ യൂണിയനും യുദ്ധം പ്രഖ്യാപിച്ചു. അവർ നേതാവായിട്ട് ഇന്ത്യ എടുത്തു, ഇന്ത്യയിലേക്ക് തിരിഞ്ഞു. കാരണം ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ്, റൈസിങ് പവറാണ്, സൈനിക ശക്തിയിലും അതെ, സാമ്പത്തിക ശക്തിയിലും അതെ. അപ്പോൾ യൂറോപ്പ് ഇന്ത്യയിലേക്ക് വരുന്നു. യൂറോപ്പ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയായിട്ട് ഒരു വലിയ കരാർ ഒപ്പിടുന്നു. ഇനി യൂറോപ്പ് ചൈനയായിട്ടും കരാർ ഒപ്പിട്ടെന്ന് വരും. അവർ ചൈന ഒറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ചെയ്തത്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് യൂറോപ്പ് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ചൈനയായിട്ടും കരാർ ഒപ്പിടും. കാരണം 140 കോടി ജനങ്ങൾ അവിടെയുണ്ട്. ഇതേപോലെ 200 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്നൊരു കരാറായിട്ട് അതിന് മാറാൻ പറ്റും. ചൈനയ്ക്കും വേണ്ടുന്ന പലതും ഉണ്ടാവും. യൂറോപ്പിൻ്റെ എത്ര ഉൽപ്പന്നങ്ങൾക്ക് ചൈന വലിയ മാർക്കറ്റ് കിട്ടും. അത് യൂറോപ്പിന് അതുകൊണ്ട് സാമ്പത്തികമായിട്ട് മെച്ചമല്ലേ ഉണ്ടാവുള്ളൂ. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയായിട്ട് വലിയ ശത്രുതയൊന്നും ഇന്ത്യക്കില്ല. പക്ഷേ അമേരിക്കയുടെ ഒരു ശത്രുരാഷ്ട്രമാണ് ചൈന. ആ പക്ഷത്തേക്ക് യൂറോപ്പ് തിരിയാണ് എന്ത് ചെയ്യും? ഇവിടെയാണ് അമേരിക്ക അപകടം മണക്കുന്നത്. അപ്പോൾ ഇതുവരെ കാണിച്ച അഹങ്കാരങ്ങൾ മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് അമേരിക്ക അവസാനിപ്പിക്കേണ്ടി വന്നു. ഇനി കാനഡ വരുവാണ്. ഇത് യൂറോപ്പിൽ നിന്നുള്ള അല്ല, US നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോൾ കാനഡ പ്രവേശനമില്ല. കാരണം അവർ തിരിച്ചും താരിഫ് പിടിച്ചു. അങ്ങനെ വലിയ വിഷയമായി. പാലുൽപ്പന്നങ്ങൾ മുഴുവൻ വിസ്കോൺസിൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡയറി ഫാർമേഴ്സിനെ തോട്ടിലൊഴുക്കി കളയേണ്ടി വന്നു. ദ ഡയറി ലാൻഡ് ഓഫ് USA എന്നറിയപ്പെടുന്ന സ്ഥലമാണ് വിസ്കോൺസിൻ സംസ്ഥാനം. അവിടെയുള്ള പാൽ കർഷകർക്ക് ചെറിയ നഷ്ടമൊന്നുമല്ല പറ്റിയത് ട്രംപിൻ്റെ ഈ താരിഫ് പരിപാടി കാരണം. കാനഡയിലേക്കുള്ള എൻട്രി തന്നെ നിരവധി ഉൽപ്പന്നങ്ങൾക്കില്ലാതായി. അപ്പോൾ ചുരുക്കത്തിൽ അമേരിക്ക മനസ്സിലാവുന്നു, യൂറോപ്പ് വാതിലടയ്ക്കുന്നു, കാനഡ വാതിലടയ്ക്കുന്നു. ഇവരെല്ലാം ഇന്ത്യയായിട്ട് കരാർ ഒപ്പിടുന്നു. മുമ്പൊരു പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യ ഒപ്പിടുന്ന ഓരോ കരാറും ഇന്ത്യയെ സംബന്ധിച്ച് ബാർഗെയിനിങ്ങിനുള്ള ഓരോ ടൂളുകളാണ്, നമുക്ക് ലിവറേജ് ആയിട്ട് മാറും എന്ന് പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. ഇതിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇതിലും അങ്ങനെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. കാരണം യൂറോപ്യൻ യൂണിയൻ കരാർ ഒപ്പിട്ടതോടുകൂടി അമേരിക്ക കാര്യം മനസ്സിലായി. ഓൾറെഡി ഒരു ബ്രിക്സ് സഖ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്ത്യ അതിൽ ബ്രിക്സിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയായിട്ടാണ് കരാറെങ്കിൽ പോലും അത് പരോക്ഷമായിട്ട് ബ്രിക്സിന് അനുകൂലമാവുകയാണ്. ഇനി ബ്രിക്സിൻ്റെ കറൻസി വരും, യൂറോയും ആ കറൻസി ഒരുമിച്ച് പോകാമെന്ന് വെച്ചാൽ ഡീഡോളറൈസേഷൻ എന്നുള്ള ഒരു സ്റ്റെപ്പ് മുന്നിൽ കിടപ്പുണ്ട്. ബ്രിക്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോട് യൂറോപ്പ് സഹകരിച്ചാലോ?
അമേരിക്കൻ ഡോളർ കുത്തനെ ഇടിയും. അമേരിക്കയ്ക്ക് പല പല നഷ്ടങ്ങളും വരും. വ്യാപാര നഷ്ടങ്ങളുണ്ടാകും, ഡോളർ ബാങ്കിങ്ങിൽ നഷ്ടമുണ്ടാകും, അന്താരാഷ്ട്ര വിനിമയ കറൻസിയായിട്ട് ഡോളർ ഉപയോഗിക്കാനുണ്ടാവും, അതിൻ്റെ വില താഴേക്ക് പോകും. പെട്രോ ഡോളർ എന്നൊരു സങ്കല്പം പോലും നാളെ ഇല്ലാണ്ടാവും. അത് ഓൾറെഡി ഇലക്ട്രിക് കാർ വരുന്നിടത്ത് അതിന് സ്ഥാനമില്ല. പക്ഷേ ആ പെട്രോ ഡോളർ ഇല്ലാണ്ടാവുന്നതിൻ്റെ ഗതിവേഗം കൂടിയാലോ? അതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. ട്രംപ് താരിഫ് കുറയ്ക്കുന്നു പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്ന് പറ്റിയതെന്താ? ഡോളറിൻ്റെ മൂല്യം ഇടിഞ്ഞു, രൂപയുടെ മൂല്യം കൂടി, അല്ലേ? അമേരിക്ക ഒറ്റപ്പെട്ട പലതും സംഭവിക്കും ഇതുപോലെ. എന്ന് പറഞ്ഞാൽ അത് ഓഹരി വിപണിയിലേക്ക്, ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവർ ഓഹരി വിപണിയിലേക്ക് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് മൂല്യം ഇടിഞ്ഞത്. പക്ഷേ ഈ ഡോളറിനെ നാളെ വിനിമയ കറൻസി ആക്കണ്ട എന്ന് ലോകരാഷ്ട്രങ്ങൾ തീരുമാനിച്ചാൽ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം കുത്തനെ താഴേക്ക് പോകും. നമ്മളിപ്പോൾ വിചാരിക്കുന്ന ഇടിച്ചിലൊന്നും ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണത്തിനും കുറച്ച് നാളത്തേക്ക് വില കുറയും, ഡോളറിന് വില കുറയും. സ്വർണ്ണവില പിന്നെ കൂടും, അത് വേറെ കാര്യം. സ്വർണ്ണത്തിനും വെള്ളിക്കും ചെമ്പിനും ക്രമാതീതമായിട്ട് വില കൂടും എന്നുള്ളതാണ് വാസ്തവം. അതിൽ പ്രോമിസിംഗ് ആയിട്ട് കയറി വരാൻ പോകുന്നത് ചെമ്പാണ്, വേറെ ഒന്നുമല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വലിയ ഡെവലപ്മെൻറ്റാണ് അതിന് കാരണം എന്നുള്ളതുകൊണ്ട് അതൊക്കെ വരട്ടെ, അതങ്ങനെ പോട്ടെ. പക്ഷേ ഇവിടെ സംഭവിച്ചേക്കണം എന്താ? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് US ഒറ്റപ്പെടാൻ പോകും. ചൈനയും കൂടി എങ്ങാനും യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാർ വെച്ചാൽ, ഇന്ത്യയായിട്ടുള്ള കരാർ അതിലേക്കുള്ള പടിവാതിലാണ്. ബ്രിക്സ് നേഷൻസും യൂറോപ്പും തമ്മിൽ സഹകരിക്കാൻ പോകുന്നതിൻ്റെ ഒരു പടിവാതിലാണ്. ഇന്ത്യ അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് യൂറോപ്പിലേക്ക് കൈപിടിച്ചിരിക്കുന്നു. അവിടെ ലോകത്ത് ഏത് രാഷ്ട്രത്തിനും കൈകോർക്കാവുന്ന രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ ഇവിടെ യൂറോപ്യൻ യൂണിയനായിട്ട് കരാർ ഒപ്പിട്ടത് തന്നെയാണ് ട്രംപിന് പ്രശ്നമായത്. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, 500% താരിഫ് അടിക്കും, എല്ലാം തന്നെ. അങ്ങനെ ട്രംപ് ട്രൂത്തിൽ പോസ്റ്റൊക്കെ ഇട്ടു, ഇതാ താരിഫ് കുറയ്ക്കുന്നു, ഇന്ത്യ 0 താരിഫ് ആക്കുന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യ ഇത് കമ്മിറ്റ് ചെയ്തിട്ടില്ല. രസം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പൊ ഈ താരിഫ് വന്നു, ഇത്ര ഇത് കുറയും, ഈ പറഞ്ഞ നേരത്തെ ചോദിച്ചതുപോലെ 0 താരിഫ് ഇന്ത്യക്ക് എന്നൊക്കെ പറഞ്ഞ വലിയ ആരോപണങ്ങളാണല്ലോ കേന്ദ്ര സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന എല്ലാവരും വിചാരിക്കും, ഇതൊക്കെ പറഞ്ഞിട്ടും മോദി പോയിട്ട് തല കുമ്പിട്ടു. മോദി പോയിട്ട് തല കുമ്പിട്ടിട്ടില്ല എന്ന് വെച്ചാൽ, ട്രംപ് ഇട്ട പോസ്റ്റിന് അല്ലെ ട്രംപിൻ്റെ കോളിന് മോഡി ഒരു മറുപടി ഇട്ടിരുന്നു, ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അതിൽ പറയുന്നത് ഇതാണ്: Wonderful to speak with my dear friend President Trump today. Delighted that made in India products will now have a reduced tariff of 18%. Big thanks to President Trump on behalf of the 1.4 billion people of India for this wonderful announcement. അതായത് താരിഫ് കുറയ്ക്കും എന്ന് പറഞ്ഞതിന് മോഡി താങ്ക്സ് പറഞ്ഞു. പിന്നെ അത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ പേരിലാണ് എന്നും കൂടി പ്രഖ്യാപിച്ചു. പിന്നെ അദ്ദേഹം അടുത്ത പാരഗ്രാഫിൽ പറയണു, വെൻ 2 large economies and the world's largest democracies work together, it benefits our people and unlocks immense opportunities for mutually beneficial cooperation. ലോകത്തെ ഏറ്റവും വലിയ 2 ജനാധിപത്യ ശക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് അനേകം അവസരങ്ങൾക്കുള്ള വാതിൽ തുറക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, പിന്നെ പ്രസിഡന്റ് ട്രംപിനെ ഒന്ന് പൊക്കി വിട്ടു. പ്രസിഡന്റ് ട്രംപിൻ്റെ ലീഡർഷിപ്പ് ലോക സമാധാനത്തിന്, ലോകത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക്, ഐശ്വര്യങ്ങൾക്ക് ഇതിനെല്ലാം വളരെ പ്രധാനമാണ്. അതിൽ പ്രധാനമായിട്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യയായിട്ടുള്ള എക്കണോമിക് കോപ്പറേഷനോ താരിഫ് കുറയ്ക്കുന്ന ഒന്നുമല്ല പറഞ്ഞത്. ലോക സമാധാനത്തിന് ട്രംപിൻ്റെ നേതൃത്വം നല്ലതാണ്, ആക്കിയതും കൂടിയാണ്. അത് ഇച്ചിരി ആക്കലുണ്ട് അതിനകത്ത്, മാന്യമായിട്ട് ആക്കിയിട്ടുണ്ട്. ഇതില് സാർ ഇപ്പോൾ വായിച്ച പോസ്റ്റില് ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നുള്ളത് ഇന്ത്യയുടെ താരിഫ് നിലപാട് മിണ്ടിയിട്ടില്ല. അതായത് ട്രംപ് അനൗൺസ് ചെയ്ത 0 താരിഫിനെ പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. അത് എത്ര താരിഫ് ഇടണം എന്ന് ഇന്ത്യ തീരുമാനിക്കും. ഇന്ത്യ നിശബ്ദമായിട്ടാണ് താരിഫ് ഇട്ടത്. ഫോർ എക്സാമ്പിൾ, അമേരിക്ക പരസ്യമായിട്ട് താരിഫും താരിഫ് ഇട്ടു. അമേരിക്കയിൽ നിന്ന് വരുന്ന പയറുവർഗ്ഗങ്ങൾക്ക് നമ്മൾ താരിഫ് ഇട്ടിരുന്നു. ഇത് ആരും അറിഞ്ഞില്ല. ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യലി ഒന്നും പറഞ്ഞില്ല, പ്രസ് റിലീസില്ല, ഒന്നുമില്ല. പക്ഷേ പെട്ടെന്ന് അമേരിക്കയിലെ പയറ് കച്ചവടക്കാർക്ക് കച്ചവടം നഷ്ടപ്പെട്ടു. അവർ അമേരിക്കയിലെ സെനറ്റേഴ്സ് വഴി വേഗം തന്നെ ലോബിയും തുടങ്ങി, ഇന്ത്യയെ കൊണ്ട് താരിഫ് കുറയ്ക്കണം. അമേരിക്കയിൽ നിന്നൊരു കരച്ചിൽ, ദയവായി താരിഫ് കുറയ്ക്കൂ. അപ്പോഴാണ് ലോകം അറിയുന്നത് ഇന്ത്യ താരിഫ് അടിച്ചു. നിശബ്ദമായിട്ട്, സൈലൻ്റായിട്ട് താരിഫ് അടിച്ചു. അവിടെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അവിടെ ഓൾറെഡി അവന് കാനഡയിലേക്കുള്ള വിപണി ഇല്ലാതെ, ഇന്ത്യയിലേക്കുള്ള വിപണികൾ ഇല്ലാണ്ടാവുന്നു. കാരണം ഇന്ത്യ താരിഫ് അടിക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് താരിഫ് അടിക്കാൻ അറിയാം, അത് ചെയ്തു. പക്ഷേ നമ്മൾ അത് യുദ്ധകാഹളം മുഴക്കിയോ ബഹളം വെച്ചോ ഒന്നുമല്ല, സൈലൻ്റായിട്ടാണ് ഇട്ട് കൊടുത്തേ താരിഫ് എന്ന് പറഞ്ഞു, താരിഫ് അടിച്ചു. അത് വേണം ഇനിയും കൂട്ടാൻ പറ്റും. ഇതാണ്. അപ്പോൾ താരിഫിന് മറുപടി താരിഫാണ്, താരിഫില്ലായ്കയ്ക്ക് മറുപടി താരിഫില്ലായ്കയാണ്. ഈ ഒരു സ്റ്റാൻഡ് ഇന്ത്യ എടുക്കുന്നുള്ളൂ. അപ്പോൾ US ഉൽപ്പന്നങ്ങൾക്ക് എത്ര താരിഫ് അടിക്കും, ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് അടിക്കും, ഏതൊക്കെയാണ് 0 താരിഫ് ആവുക,
ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് സീറോ താരിഫ് പോകും? ഇത് പല പല ചോദ്യങ്ങളുണ്ട്. ഇതിനുള്ള ഉത്തരം ഇതിൻ്റെ പൂർണ്ണമായ ഡ്രാഫ്റ്റ് വന്നു കഴിയുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അതായത് ഇതിൻ്റെ രേഖ പൂർണ്ണമായിട്ട് ഒന്ന് ഈ പാർലമെൻറ്റ് മുന്നിൽ വെക്കുകയോ അല്ലെങ്കിൽ ഒപ്പിടുന്ന സമയത്ത് അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുന്നിൽ തന്നെ. പക്ഷേ എന്തൊക്കെയായാലും ശരി, ഒന്ന് പറയാം, ഇന്ത്യയുടെ താല്പര്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട് ഒരു കരാറും ഒപ്പിടാൻ പോകുന്നില്ല. അത് ഇന്ത്യ മുന്നേ അനൗൺസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. മാസങ്ങൾക്ക് മുമ്പേ ഒപ്പിടാമായിരുന്നല്ലോ. ഇന്ത്യ തന്നെ തയ്യാറല്ലാത്തതുകൊണ്ടല്ലേ ഇത്രയും മുന്നോട്ട് പോയത്. അന്നത്തെ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ. അന്നത്തെ ഇന്ത്യയോടൊപ്പം പല ലോകരാജ്യങ്ങളും ഒരു കരാറും ഒപ്പിട്ടിട്ടില്ല. ഒരു 6 മാസം മുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കും. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തോ ഇതിന് ശേഷമോ ട്രംപ് താരിഫ് അനൗൺസ് തുടങ്ങിയപ്പോഴോ ഒന്നും തന്നെ നമ്മൾ പല രാജ്യങ്ങളുമായിട്ടും കരാർ ഒപ്പിട്ടിട്ടില്ല. നമ്മൾ UAE ആയിട്ട് മുമ്പ് ഒരു കരാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഖത്തറുമായിട്ട് പറഞ്ഞാൽ ഒപ്പിടാൻ പോകുമായിരുന്നു. പിന്നെയാണ് ഓസ്ട്രേലിയയായിട്ട് കരാർ വരുന്നത്, പിന്നെയാണ് ബ്രിട്ടനുമായിട്ടുള്ളത് വരുന്നത്, പിന്നെയാണ് ഒമാനുമായിട്ടുള്ളത് വരുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാർ വന്നു. ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കൊരു ബലമായി. ഇന്ത്യക്ക് ഇപ്പോൾ പല രാജ്യങ്ങളുമായിട്ടും ഈ ലോകത്ത് അമേരിക്ക ഇല്ലെങ്കിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കൊടുക്കാൻ പല സ്ഥലങ്ങളുമുണ്ട്. ഇങ്ങനെ ആയിട്ട് മാറി. എങ്കിലും അമേരിക്കയിൽ ഓൾറെഡി വിപണിയുള്ള കച്ചവടക്കാരുണ്ട്. അവർക്ക് അവിടെ നിന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. അതിന് മാസങ്ങൾ സമയമെടുക്കും പുതിയ വിപണി കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട് പലരും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഉയർന്ന താരിഫിൽ തന്നെ. അവർക്കൊക്കെ വളരെ ആശ്വാസമായി. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓഹരി വിപണി ഉയർന്നത്. ഒന്ന് നോക്കൂ, കിറ്റക്സിൻ്റെ 20% ആണ് വില കൂടിയത്. അതിന് കൂടാവുന്നത്ര മാക്സിമം വില കൂടിയെന്നുള്ളതാണ്. അത് ചെറിയ ഒരു കാര്യമൊന്നുമല്ല. അവർക്ക് പുതിയ ഓർഡറുകൾ 100-300 കോടിയുടെ പുതിയ ഓർഡറും കൂടെ വന്നു കഴിഞ്ഞു അമേരിക്കയിൽ നിന്ന്. അപ്പോൾ ഇവരുടെയൊക്കെ കച്ചവടങ്ങൾ പെട്ടെന്ന് വർദ്ധിക്കുകയാണ്. ട്രംപ് താരിഫ് കുറയ്ക്കും എന്ന് പറഞ്ഞോടുകൂടിയിട്ട് ഓഹരി വിപണിയിൽ വലിയ മുന്നേറ്റം ഉണ്ടായി, പുതിയ ഓർഡറുകൾ വരുന്നു. അതെല്ലാം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഈ ഒപ്പിടാൻ പോണ കരാർ ഇന്ത്യക്ക് വളരെ ബെനിഫിറ്റാണ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് പോകും. നമ്മുടെ അരൂർ പോലുള്ള തീരമേഖലകളിൽ ധാരാളം മത്സ്യത്തൊഴിലാളികളുണ്ട്. അവിടെ മത്സ്യോൽപ്പന്നങ്ങൾ പലതും കയറ്റി പോകുന്നുണ്ട്, കടലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ. ഇത് അമേരിക്കയിലേക്ക് പോകുന്നൊരു വിപണി ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടിവ് വന്നു. അതിന് നമ്മൾ പുതിയ വിപണി കണ്ടെത്താനും കൂടിയാണ് യൂറോപ്പ് വഴി ശ്രമിച്ചത്. പക്ഷേ പഴയ വിപണി ഇനിയും നിലനിൽക്കും. അതോടുകൂടി നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവുകയാണ്. ഇതിനെ ഇപ്പോൾ യൂറോപ്പും അമേരിക്കയും മാർക്കറ്റായിട്ട് നിൽക്കുന്നു. പക്ഷേ അമേരിക്ക ഇല്ലെങ്കിലും ഞങ്ങൾ പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കും എന്നുള്ള മെസ്സേജ് കൃത്യമായിട്ട് യൂറോപ്യൻ യൂണിറ്റുള്ള ഡീൽ വഴി ഇന്ത്യ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ എന്തു പറ്റി? അമേരിക്കയ്ക്ക് കടുംപിടുത്തം ഉപേക്ഷിക്കേണ്ടി വന്നു. മോഡി വിളിച്ചാലേ കരാർ ഒപ്പിടൂ, ഇല്ലേ അതുകൊണ്ടാണ് വരാത്തത്, വിളിക്കാത്തതുകൊണ്ടാണ് കരാർ വരാത്തത് എന്ന് പറഞ്ഞിരുന്ന അമേരിക്ക സാക്ഷാൽ ട്രംപ് മോഡിയെ വിളിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? മോഡിയുടെ മുന്നിൽ ട്രംപ് മുട്ടുകുത്തി, തമ്പുരാനല്ലാണ്ടായി. അപ്പോൾ ഇന്ത്യയാണ് ഇവിടെ രാജാവ്. ഇന്ത്യയായിട്ട് കരാർ വേണം. ആർക്ക് വേണം? അമേരിക്കയ്ക്ക് വേണം. ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ട്രേഡ് ഡീൽ വേണം. ഇത്ര നാളും ഗുണ്ടായസിൻ്റെ ഭാഷ സംസാരിച്ചിട്ടുള്ളത് അതിങ്ങ് നിന്നു, ഇങ്ങോട്ട് വിളിച്ചു. പിന്നെ പതിവ് സ്വഭാവം പിന്നെയും കാണിച്ചു. കരാർ വരാൻ പോണു, അവർക്ക് സീറോ താരിഫാന്നൊക്കെ പറഞ്ഞു. ഒന്നുമല്ല. അതുപോലെ റഷ്യൻ ഓയിൽ വാങ്ങില്ല എന്ന് ട്രംപല്ല പ്രഖ്യാപിക്കേണ്ടത്. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് കിട്ടുന്നു അവിടുന്ന് ഓയിൽ വാങ്ങുന്ന പറഞ്ഞേക്കണേ. മഡുറോ അധികാരത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വെനസ്വേലയായിട്ട് ഇന്ത്യ ധാരണ ഉണ്ടാക്കിയതാണ് അവിടുന്ന് ഓയിൽ വാങ്ങാൻ. അതുകൊണ്ട് ഇന്ത്യക്ക് വെനസ്വേലയിൽ നിന്ന് ഓയിൽ വാങ്ങാനായിട്ട് പുതിയൊരു കരാറിൻ്റെ ഒരു ആവശ്യമില്ല. വില കുറവാണെങ്കിൽ ഇന്ത്യ വാങ്ങും, ഇത്രയേ ഉള്ളൂ. അവിടെ ആരെ ആ ഓയിൽ എടുത്ത് വിൽക്കുന്ന ഇന്ത്യക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ ഊർജ്ജാവശ്യങ്ങൾ പരിഹരിക്കണം. അപ്പോൾ അമേരിക്ക ഇപ്പം താരിഫ് കുറയ്ക്കുന്നു, ഇന്ത്യയായിട്ട് ട്രേഡ് ഡീൽ ഒപ്പിടുന്നു. വരാവുന്ന ഓയിൽ ഒക്കെ പല രാജ്യത്തു നിന്നും ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണെങ്കിൽ ഇന്ത്യയിൽ ഒന്നുകൂടെ പെട്രോളിയത്തിന് വില കുറയുന്ന അതിനർത്ഥം. ഇല്ല, കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഒന്നുകൂടെ മുന്നേറും. അമേരിക്കക്കാളും അത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോണത് ഇന്ത്യക്ക് തന്നെയാണ്. അമേരിക്കയിൽ ട്രേഡ് ഡീൽ വേണം, പക്ഷേ അതൊരിക്കലും അമേരിക്കയുടെ ടേംസിലാവില്ല. അത് ഇന്ത്യയുടെ ടേംസിലായിരിക്കും, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടേംസിലായിരിക്കും, അത് മോഡിയുടെ ടേംസിലായിരിക്കും. ആൻഡ് നെവർ ഇൻ ടേംസ് ഓഫ് പ്രസിഡന്റ് ട്രംപ്. ഒരിക്കലും US അത് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് ഇപ്പോൾ ഈ കരാർ വന്നാൽ അതിൻ്റെ അർത്ഥം ഒറ്റപ്പെട്ട അമേരിക്ക ഇന്ത്യയുടെ കരാർ വഴി ഇന്ത്യയോടൊപ്പം ലോകം കൈകോർക്കുമ്പോൾ, ഇന്ത്യക്ക് ലോകം ക്ഷയിക്കാൻ എടുക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോയ അമേരിക്ക ഇന്ത്യയുടെ മുന്നിൽ വന്ന് കീഴടങ്ങുകയാണ് ചെയ്തത്. ഇതാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൻ്റെ അവസാന ഖണ്ഡിക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.